പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എപ്പിഫനിയുടെ 17ാമത്തെ എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 17 ദിവസങ്ങൾ കടന്നു വരികയാണ്, പിന്നിടുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ക്രിസ്മസിലേക്ക് അടുക്കാൻ. വളരെ തീക്ഷ്ണതയോടുകൂടി നിങ്ങൾ ഈ യാത്രയിൽ പങ്കുചേരുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ ഇന്ന് വായിക്കുന്നത്, ധ്യാനിക്കുന്നത് സക്കറിയായുടെ പ്രവചന ഗീതം ആണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 67 മുതലുള്ള വാക്യങ്ങൾ. സക്കറിയായുടെ പ്രവചന ഗീതം. അവൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കൈകളിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണിത്. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ നീ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ് ഇത്. സക്കറിയ തൻ്റെ നാവ് സ്വതന്ത്രമായി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഒരു 9 മാസം നീണ്ട നിശബ്ദതയുടെ ഒടുവിൽ ഉച്ചരിക്കുന്ന പ്രവചന ഗീതമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റായ, വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് പ്രവചിച്ചു എന്നാണ് ലൂക്ക സുവിശേഷകൻ പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. രക്ഷിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, രക്ഷിച്ചു. ഇത് പ്രവചനമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാവിയെ മുന്നിൽ കാണുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം രക്ഷ ആരംഭിക്കുന്ന കുഞ്ഞ്, ഈ കൈക്കുഞ്ഞ് പിറക്കാൻ പോകുന്നേ ഉള്ളൂ, പക്ഷേ എന്നിട്ടും അദ്ദേഹം പറയുന്നത് രക്ഷിച്ചു എന്നാണ്. കാരണം ഇത് മുന്നോട്ട് വരാൻ പോകുന്ന കാലത്തെ മുന്നിൽ കണ്ട് നടത്തുന്ന, ഈ പുരോഹിതൻ നടത്തുന്ന പ്രവചനമാണ്. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ ദാവീദിനോട് ചെയ്ത ഒരു ഉടമ്പടി ഉണ്ടല്ലോ, ആ ഉടമ്പടി പ്രകാരം ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഒരു രാജാവ് എന്നും ഉണ്ടാവും എന്നുള്ള ഉടമ്പടി പ്രകാരം ദൈവം ഒരു രക്ഷകനെ തന്നിരിക്കുകയാണ്. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ നിന്ന് അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി. വളരെ പ്രധാനപ്പെട്ട വാക്യമാണിത്. ഇതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചോണേ. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണിത്. രക്ഷ സംഭവിക്കുമ്പോൾ സംഭവിക്കുന്ന 2 കാര്യങ്ങൾ, 2 തലങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണിത്. നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും എന്തിൽ നിന്നാണ് രക്ഷിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഫ്രീഡം ഫ്രം വാട്ട്? ഉദാഹരണത്തിന്, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നു. ഫ്രീഡം ഫ്രം ഈജിപ്റ്റ്. ഫ്രീഡം ഫ്രം എന്തിൽ നിന്നോ ഉള്ള മോചനം. ഇപ്പോൾ രക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാപത്തിൽ നിന്നുള്ള മോചനം, പിശാചിൽ നിന്നുള്ള മോചനം, ശാപത്തിൽ നിന്നുള്ള മോചനം, ബന്ധനാവസ്ഥകളിൽ നിന്നുള്ള മോചനം. എപ്പോഴും രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ കൂടുതലും ചർച്ച ചെയ്തിട്ടുള്ളത് ഈ ഫ്രീഡം ഫ്രം ആണ്.
എന്തിൽ നിന്നോ രക്ഷിക്കപ്പെട്ടു, എന്തിൽ നിന്നോ രക്ഷ നൽകി. എന്നാൽ സക്കറിയ പറയുന്നത് ശത്രുക്കളിൽ നിന്ന് നമ്മൾ വിമോചിതരാവുക മാത്രമല്ല, ഫ്രീഡം ഫോർ, എന്തിനു വേണ്ടി രക്ഷിക്കപ്പെട്ടു. ഇത് സത്യത്തിൽ അപ്പസ്തോലിക പ്രബോധനങ്ങൾ, റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ വിശദമായി ചർച്ച ചെയ്യുന്നത് ഈ ഫ്രീഡം ഫ്രം എന്നതിനേക്കാൾ ഫ്രീഡം ഫോർ ആണ്. നമ്മളെ ദൈവം എന്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് അല്ല അവർ കൂടുതലും ചർച്ച ചെയ്യുന്നത്, ദൈവം നമ്മളെ എന്തിനു വേണ്ടി രക്ഷിച്ചു എന്നാണ്. എന്തിനു വേണ്ടിയാണ് രക്ഷിച്ചത്? ഞാൻ ഇത് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാവാൻ എഫേസോസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ വായിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേണം അത് ചിന്തിക്കാൻ. ഫ്രീഡം ഫ്രം, ഫ്രീഡം ഫോർ, എന്തിൽ നിന്ന് രക്ഷിച്ചു, എന്തിനു വേണ്ടി രക്ഷിച്ചു, അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിനി ഞാൻ ഈ വായിക്കാൻ പോകുന്ന ഭാഗം ഞാൻ വായിക്കുമ്പോൾ അത് കേൾക്കേണ്ടത്. എഫേസോസ് 2:8, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. അവിടെ രക്ഷ, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, ഫ്രീഡം ഫ്രം, രക്ഷിക്കപ്പെട്ടു. ഇനി എന്തിനു വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടത്? വാക്യം 10, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. കണ്ടോ, സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ്? നാം ചെയ്യാൻ വേണ്ടി ദൈവം തീരുമാനിച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായി. എപ്പോഴും ഓർത്തിരിക്കണം, ഇവിടെ പറയുന്ന 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുമിച്ച് ഒരു യൂണിറ്റായിട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് തെറ്റിദ്ധാരണ വരും. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തികളാൽ അല്ല, എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തികൾക്കായിട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചല്ല നിങ്ങൾക്ക് രക്ഷ കിട്ടിയത്, അത് നിങ്ങൾ വിശ്വസിച്ചിട്ടാണ്. എന്നാൽ വിശ്വസിച്ചത് എന്തിനാണ്? വിശ്വസിച്ചത് സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ സക്കറിയ ഇതിനെ വേറൊരു വിധത്തിൽ മനോഹരമായിട്ട് പറയുകയാണ്, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മൾ വിമോചിതരായി നിർഭയം. ഒറ്റ വാക്ക് വോളിയംസ് സംസാരിക്കുന്നതാണ്, നിർഭയം. നമുക്ക് ഇനി നന്മ ചെയ്യുന്നതിന് ഭയമില്ല എന്നതിനപ്പുറത്ത് ബന്ധനമില്ല. നന്മ ചെയ്യുന്നതിന്, നീതി ചെയ്യുന്നതിന്, പരിശുദ്ധിയിൽ വളരുന്നതിന് നമുക്കിനി പുറകോട്ട് പിടിക്കുന്ന ഒന്നുമില്ല. നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. നിർഭയം, പരിശുദ്ധിയിലും നീതിയിലും. എന്ത് ബ്യൂട്ടിഫുള്ളായ 2 വാക്കുകളാണ്, പരിശുദ്ധി, നീതി. പുതിയ നിയമം മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനി ഈ 2 വാക്കുകളാണ്, പരിശുദ്ധി, നീതി. ഇത് രണ്ടും ഒരർത്ഥമാണ് പുതിയ നിയമത്തിൽ. പരിശുദ്ധി, നീതി എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പരിശുദ്ധിയുടെ നിലവാരമാണ് നീതി. അപ്പോൾ ആ നീതിയും പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാനും വേണ്ടിയാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. നമ്മളെ കർത്താവ് പാപത്തിൽ നിന്ന് മോചിപ്പിച്ചത് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? പരിശുദ്ധിയിലും നീതിയിലും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്, പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് നമുക്ക് ഈ ഭൂമിയിലെ കുറേ അനുഗ്രഹങ്ങൾ തന്ന് ഈ ഭൂമിയിലെ വലിയവരാക്കാനല്ല, മറിച്ച് ദൈവം നമ്മളെ സൃഷ്ടിച്ച്, ദൈവം നമ്മളെ അനുഗ്രഹിച്ചത് നമ്മളെ പരിശുദ്ധിയിലും നീതിയിലും പങ്കുകാരാക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ മറ്റൊരു വചനം, അല്ലെ ചില വചനങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. എഫേസോസ് 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. എന്തിനാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്? എഫേസോസ് 1:4, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്തു. അവിടെ നമ്മളെ തിരഞ്ഞെടുത്തത് ലോകസ്ഥാപനം മുമ്പ് മുതൽ തന്നെ. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് തൻ്റെ മുമ്പിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഇത് ആവർത്തിച്ച് പലയിടങ്ങളിലായിട്ട് പിന്നീട് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഞാൻ തീത്തോസിനോട് പറയുന്ന വാക്യം വായിച്ച് കേൾപ്പിക്കാം. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം, 2:14. യേശുക്രിസ്തു
എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും. കണ്ടോ, ഫ്രീഡം ഫ്രം, എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ളൊരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. കണ്ടോ, തിന്മകളിൽ നിന്ന് മോചിപ്പിച്ചത് എന്തിനാണ്? പാപത്തിൽ നിന്ന് മോചിപ്പിച്ചത് എന്തിനാണ്? നരകത്തിൽ നിന്ന് മോചിപ്പിച്ചത് എന്തിനാണ്? മരണത്തിൽ നിന്ന് മോചിപ്പിച്ചത് എന്തിനാണ്? സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനത രൂപപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രക്ഷ, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ പരിശുദ്ധരും നിഷ്കളങ്കരും നീതിയുള്ളവരുമാക്കി മാറ്റുന്നതിനാണ്. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് ആരെങ്കിലും മറന്നുപോയാൽ അവരെ ഇത് ഓർമ്മിപ്പിക്കണം. തീത്തോസിന് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഈ പറഞ്ഞത് സത്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ദൈവത്തിൽ വിശ്വസിച്ചവർ എന്ത് ചെയ്യണം? സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ അവർ ജാഗരൂകരായിരിക്കുന്നതിന് വേണ്ടി നീ അവരെ ഉദ്ബോധിപ്പിക്കണം. ഇത് ലേഖനങ്ങളിൽ ആവർത്തിച്ച് അപ്പസ്തോലൻ പറയുന്ന ഒരു കാര്യമാണ്. ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് ഫിലിപ്പി ലേഖനത്തിൽ ഞാൻ വായിക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഫിലിപ്പി 1:11, ദൈവത്തിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതിയുടെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ദിനത്തിലേക്ക് നിഷ്കളങ്കരും നിർദോഷരുമായി മാറട്ടെ. ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. നിഷ്കളങ്കരും നീതിയുള്ളവരും പരിശുദ്ധരും നിർദോഷരുമായി മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഈ നമ്മൾ ഈ കർത്താവ് നമ്മളെ രക്ഷിച്ചത് പിന്നെ ഒത്തിരി നമ്മൾ നന്മയിൽ വളരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ അപ്പസ്തോലന്മാർ ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട്. ഞാൻ ബാക്കി റെഫറൻസുകളിലേക്ക് പോകുന്നില്ല. ഞാൻ പറയാൻ വന്ന ഇതാണ്, സക്കറിയയുടെ പ്രവചന ഗീതത്തിനകത്ത് ഇത്ര റിച്ചായ ഒരു കാര്യം സൂക്ഷ്മതയോടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. വാക്യം 73, നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാനും വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ നീ പോകും. എങ്ങനെയാണ് വഴിയൊരുക്കുന്നത്? അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് പാപമോചനവും നിത്യതയും പ്രാപിക്കാനുള്ള ക്രിസ്തുവിലൂടെ വരുന്ന സുവിശേഷത്തിന് വഴി തുറന്നു കൊടുക്കാനും ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയിട്ടാണ്. വലിയൊരു നിയോഗമാണ് കുഞ്ഞെ നിനക്ക് നൽകപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്, നമുക്ക് ഈ ക്രിസ്മസിനോട് നമ്മൾ അടുക്കുമ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ഒന്ന് ആത്മാർത്ഥതയോടെ വിലയിരുത്താനുള്ളൊരു അവസരമായിട്ടിത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ക്രിസ്തുവിനോളം പരിശുദ്ധിയിലും നീതിയിലും വളരണമെന്നാണ് പിതാവിൻ്റെ ആഗ്രഹം. തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് നമ്മളെ അനുരൂപരാക്കാനാണ് അവിടുന്ന് ക്രിസ്തു യേശുവിൽ നമ്മളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നമ്മൾ ഈ നീതിയിലും പരിശുദ്ധിയിലും വളരാൻ നമ്മൾ ഓരോ ദിവസവും എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗൗരവതരമായൊരു ജാഗ്രതയും ഒരു ആത്മശോധനയും ഈ ദിവസങ്ങളിൽ നടത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ക്രിസ്മസിൻ്റെ ദിവസങ്ങൾ അടുത്ത് വരുന്നു. കരോൾ സർവീസുകൾക്കൊക്കെ നിങ്ങൾ പോയി തുടങ്ങിയിട്ടുണ്ടാവും. കുറച്ച് പേരെങ്കിലും ക്രിസ്മസിൻ്റെ ബാഹ്യമായ അലങ്കാരങ്ങളൊക്കെ എല്ലായിടങ്ങളിലുമൊക്കെ ഇങ്ങനെ ഭൂമിയെ അണിയിച്ചൊരുക്കി മനോഹരമായിട്ട് നിർത്തുന്നുണ്ട്. ദീപാലങ്കാരങ്ങളും നക്ഷത്ര വിളക്കുകളും ക്രിസ്മസ് ട്രീകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ബാഹ്യമായ ഒരു കൊമേഴ്ഷ്യലായ ഒരു ഉത്സവത്തിനപ്പുറത്ത് നമ്മുടെ ആത്മാവിൽ കുറേ കൂടി ജ്വലനം ഉണ്ടാക്കുന്ന, നമ്മൾ കുറേ കൂടി ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറുന്ന വിധത്തിൽ നല്ല അനുഗ്രഹകരമായ ഒരു ഒരുക്കം അതിൻ്റെ കൂടെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ മുന്നോട്ട് പോവാം. നാളെ വീണ്ടും ഈ വചനവും തുറന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ
ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. ഈ മഞ്ഞണിഞ്ഞ പുലരികളിൽ നമ്മുടെ ഹൃദയങ്ങളിലും കൃപാവരത്തിൻ്റെ തൂമഞ്ഞ് ദൈവം വിതറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന ഈ മകനെയും മകളെയും ഇപ്പോൾ അവിടുന്ന് സവിശേഷമായ ദൈവകൃപയാൽ നിറയ്ക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് അഭിഷേകം ചെയ്യുകയും അവരുടെ ഹൃദയത്തിൽ കൂടുതൽ പരിശുദ്ധിയിലും നീതിയിലും വളരാനുള്ളൊരാഗ്രഹം അവിടുന്ന് കൊടുക്കുകയും ചെയ്യണമേ. ഇപ്പോഴിവർ കടന്നു പോകുന്ന അനുദിന ദുഃഖങ്ങൾ, ഇവരെ അലട്ടുന്ന പ്രയാസം, ഇവർ കടന്നു പോകുന്ന രോഗം, ഇവർ കടന്നു പോകുന്ന തകർച്ച, ഇവരുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള വഴക്കുകൾ, കർത്താവേ തെറ്റിദ്ധാരണകൾ, ദൈവമേ ഇവരിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത്, നാളെക്കുറിച്ചുള്ള ആകുലതയുണ്ടെങ്കിൽ അത് എല്ലാം അങ്ങയുടെ നല്ല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഈ മക്കളെ അവിടുന്ന് ഒരു വഴിയും വാതിലും തുറന്ന് പ്രസാദത്തോടെ ആയിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നാളെ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.